ലോകം മുഴുവൻ നമുക്ക് എതിരാണെന്ന് തോന്നും. ലോകം നമ്മളെ കളിയാക്കുകയാണെന്ന് തോന്നും. അങ്ങനെ പല പല തോന്നലുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണല്ലേ നമ്മൾ. ലോകം നിങ്ങളെ കളിയാക്കുമ്പോഴോ തളർത്തുമ്പോഴോ എന്താണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്? ഒരു ഉദാഹരണം പറയാം. കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മുത്തശ്ശന്റെ തണലിലാണ് ശങ്കർ വളർന്നത്. അദ്ദേഹത്തിന് 8 വയസ്സുള്ള സമയത്ത് നടന്ന ഒരു കാര്യമാണ്. സ്കൂളിൽ ഈ കുഞ്ഞ് ശങ്കർ ഒരു കുസൃതി ഒപ്പിച്ചു. ഹെഡ് മാസ്റ്ററുടെ ഒരു കാരിക്കേച്ചർ വരച്ചു. നല്ല കഷണ്ടിയും കുടവയറും ഒക്കെയുള്ള കളിയാക്കുന്ന പോലുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു. മാഷിന് അത് കണ്ട് ദേഷ്യം വന്നു. ശങ്കറിനെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കി. എന്ന് മാത്രമല്ല, ഈ ചിത്രവും പിടിച്ച് പരാതി പറയാനായിട്ട് ഹെഡ് മാഷ് ശങ്കറിന്റെ മുത്തശ്ശന്റെ അടുത്തു എത്തി. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും കഥ മാറി. ആ ചിത്രം കണ്ട ശങ്കറിന്റെ മുത്തശ്ശൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് ശങ്കർ വരച്ചതാണോ? ഗംഭീരമായിരിക്കുന്നല്ലോ. മുത്തശ്ശന്റെ ചോദ്യം അതായിരുന്നു. തന്റെ കുസൃതിയെ ഒരു കുറ്റമായിട്ട് കാണാതെ അതിലെ കലയെ തിരിച്ചറിഞ്ഞ ആ മുത്തശ്ശന്റെ അപ്പോൾ പറഞ്ഞ ആ ഒറ്റ വാക്കാണ് പിൽക്കാലത്ത്